ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു മൂടി നാളികേരം എടുത്തിട്ട് അതിനെ ഒന്ന് ചിരകി അതിൻ്റെ തിക്കായിട്ട് 1/4 പാല് മാത്രം എടുത്ത് വെക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് വേണം, അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിവിടെ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് അരിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 6 ഏലക്ക, ഒരു അരക്കപ്പ് കഷ്ടി അരക്കപ്പ് പഞ്ചസാര. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ട് അതിനെ ഒന്ന് നല്ലോണം പൊട്ടിച്ച് അതുകൂടി ഈ മാവിൽ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. ഒന്നിച്ചങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ കുറച്ചായിട്ട് എല്ലാം ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു അരമുറി തേങ്ങയ്ക്ക് ഒരു അര ഗ്ലാസ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു യെല്ലോ കളർ വരും. അതിലേക്ക് നമ്മളൊരു 2 സ്പൂണ് നമ്മുടെ എള്ള് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനെയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി, അപ്പോൾ തന്നെ ഉണ്ടാക്കാം. ഇനി നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ അതിൻ്റെ അച്ചിനെ വന്നിട്ട് എൻ്റെ കയ്യിലുള്ളത് ഓടിൻ്റെ അച്ചാണ്. പലരിടത്തും പല വിധത്തിലുണ്ടാവും. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. സോ നമ്മൾ അച്ചിനെ വന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അതിനെ ഒന്ന് എണ്ണയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. നേരത്തെ ചെയ്ത് വെക്കണം. പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ അച്ചിനെ ഇട്ട് വെച്ചിട്ട് ആ അച്ചെടുത്ത് മാവിലേക്ക് മുക്കി നമ്മൾ വന്നിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും വന്നില്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു കോല് കൊണ്ട് അതിനെ ഒന്ന് കുത്തി താഴ്ത്തി ഇടാൻ പറ്റും. ഓക്കെ, ഇതിൽ ഒരുപാട് കുഞ്ഞ് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഫോളോ ചെയ്ത് ചെയ്യൂ കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും അച്ച് വന്നിട്ട് ഒരു കാര്യം ഓർക്കണം, മുക്കാൻ പാടുള്ളൂ, ഫുൾ മുക്കരുത് കേട്ടോ മാവിൽ. എന്നിട്ട് എണ്ണയിൽ വെച്ചിട്ടൊന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ ഈ അച്ചപ്പം എടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അച്ചിനെ വന്നിട്ട് എണ്ണയിൽ ഇട്ട് വെക്കണം കേട്ടോ. മീൻസ് ഒരുപാട് ഓവർ ഹീറ്റ് ആവരുത്, എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒരുപാട് അച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും. പക്ഷേ നമുക്ക് ആദ്യം ചിലപ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരും, പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. ഫസ്റ്റ് ഇത്തിരി ബുദ്ധിമുട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എണ്ണയിലിട്ട് വെക്കുക. എണ്ണയിലിട്ട് വെച്ച ശേഷം ഒരു ചെറിയ ചൂടായാൽ മതി, ഒരുപാട് ചൂടൊന്നും ആവണ്ട. വീണ്ടും മുക്കാൻ പാടുള്ളൂ, ഫുൾ മുക്കരുത് കേട്ടോ. എന്നിട്ട് അതിനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മതി. കുടഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് വിട്ട് വരും. ഓക്കെ, ഫുൾ മുക്കിക്കഴിഞ്ഞാൽ അത് വരില്ല, ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് കാണിക്കണം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് എടുക്കണം. നമുക്കിപ്പോൾ വലിയ പാനിൽ നിങ്ങൾ കുറേ എണ്ണയൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സൈഡിലായിട്ട് ഇതിനെ നീക്കിയിട്ട് നമുക്ക് എഗെയിൻ ഡിപ്പ് ചെയ്യുക. അച്ചിനെ ഒന്ന് സൈഡിൽ ഡിപ്പ് ചെയ്യാൻ വെച്ചിട്ട് എഗെയിൻ മാവിൽ മുക്കി അങ്ങനെ ഒരു 4-5 എണ്ണമൊക്കെ ഇട്ടെടുക്കുക. ഒറ്റ ട്രിപ്പിൽ ഒരു 3-4 എണ്ണമൊക്കെ ഇട്ടെടുക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അതിനെ ഡിപ്പ് ചെയ്യുകയാണ് ചെറുതായിട്ട്. വീണ്ടും അതിനെ കാണുമ്പോൾ ശരിക്കും ഫുൾ മുക്കണ പോലെ തോന്നും, പക്ഷേ അല്ല കേട്ടോ, ഒരു 3/4 ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീണ്ടും അതിനെ എണ്ണയിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിലപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാൻ, പിന്നെ അത് ശരിയാക്കോളും. ആ ഒരു എണ്ണയിലിരുന്ന് അതിൻ്റെ ഒരു എണ്ണ ഒക്കെ തട്ടി കഴിയുമ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൊടി ചിലപ്പോൾ അടിയിലുണ്ടാവും. അതിനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അരിപ്പ കൊണ്ട് അതിനെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് എണ്ണയിലിരുന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ,
സോ അത് മാറ്റിയിട്ട് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ അടിപൊളി അച്ചപ്പം അല്ലെങ്കിൽ റോസ് കുക്കീസ് തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.